ഹലോ, അസ്സലാമു അലൈക്കും. എന്തൊക്കെയുണ്ട്? എല്ലാവരും സുഖമായിരിക്കുന്നല്ലോ അല്ലേ? വീഡിയോയിലേക്ക് പോകുന്നതിൻ്റെ മുമ്പ് നിങ്ങൾ വീഡിയോസൊക്കെ കണ്ടിട്ട് ട്രൈ ചെയ്തുള്ള പിക്ചേഴ്സൊക്കെ അയച്ചേണ്ടത് ഇൻസ്റ്റഗ്രാമിലേക്കാണ്. ഇൻസ്റ്റഗ്രാമിൽ നിങ്ങൾ പാംക്രാഫ്റ്റ് എന്ന് സെർച്ച് ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു പേജാണിത്. അപ്പോൾ ഇതിലേക്കാണ് നിങ്ങൾ പിക്കൊക്കെ അയക്കേണ്ടത്. അപ്പോൾ അതിൻ്റെ ഒരു സ്ക്രീൻഷോട്ടാണ് ഇവിടെ തന്നിരിക്കുന്നത്. അപ്പോൾ പിക്കൊക്കെ അയക്കാൻ വരുന്ന സമയത്ത് ഒന്ന് ഫോളോ ചെയ്യാൻ മറക്കരുതേ. അപ്പോൾ ഇൻസ്റ്റാഗ്രാം പേജ് ഇല്ലാത്തവർക്ക് ഇതാ ഫേസ്ബുക്ക് പേജിൽ നിങ്ങൾക്ക് പിക്കൊക്കെ അയക്കാം. അതും പാംക്രാഫ്റ്റ് തന്നെയാണ്. അപ്പോൾ ഇൻസ്റ്റാഗ്രാമും ഫേസ്ബുക്കൊക്കെ ഒന്ന് എല്ലാവരും ഒന്ന് ഫോളോ ചെയ്യണേ. ഇന്ന് നമ്മളൊരു ബോട്ടിൽ ആർട്ട് തന്നെയാണ് ചെയ്യാൻ പോകുന്നത്. വേസ്റ്റ് മെറ്റീരിയലൊക്കെ റീയൂസ് ചെയ്തിട്ടുള്ള ഒരു ബോട്ടിൽ ആർട്ടാണ്. അപ്പം ഞാനതൊരു ഗ്ലാസിൻ്റെ ബോട്ടിൽ എടുത്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ബോട്ടിലൊന്ന് ബേസ് കോട്ടായിട്ട് വൈറ്റ് പെയിൻറ്റ് അടിച്ചു കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ പെയിൻറ്റൊക്കെ അടിച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ഞാൻ ആക്രിലിക് കളർ പെയിൻ്റ് അല്ല, ഇനാമൽ പെയിൻ്റാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഇനാമൽ പെയിൻറ്റ് ഉപയോഗിച്ചിട്ട് ഒരു കോട്ട് അടിച്ച് ഡ്രൈ ആക്കി എടുത്തിട്ടുള്ളതാണ്. അപ്പോൾ ഇത് ഞാൻ തലേ ദിവസം തന്നെ ചെയ്തു വെച്ചു. കാരണം ഇത് ഡ്രൈ ആയി കിട്ടാൻ ഒരു 5-6 മണിക്കൂറൊക്കെ വേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് ഞാൻ നേരത്തെ തന്നെ ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി നമ്മൾ ബ്ലാക്ക് ആക്രിലിക് കളർ പെയിൻറ്റ് യൂസ് ചെയ്തിട്ട് ഈ ഒരു ബോട്ടിലിൻ്റെ ഒരു താഴെ ഭാഗം മാത്രം ജസ്റ്റ് ഒന്നിങ്ങനെ ബ്ലാക്ക് പെയിൻറ്റ് അടിച്ചു കൊടുക്കുകയാണ്. നമ്മളിവിടെ സ്പോഞ്ച് ഉപയോഗിച്ചിട്ട് ഇങ്ങനെ ടാപ്പ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യണത്. അപ്പോൾ ഞാൻ ഇതിന് ഒരു കോട്ട് മാത്രമേ അടിച്ചിട്ടുള്ളൂ. എന്നിട്ട് തന്നെ അത്യാവശ്യം നല്ല ഫിനിഷിംഗ് ഒക്കെ ആയിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഡ്രൈ ആക്കാൻ വെക്കണം. ഇനി നമ്മൾ യൂസ് ചെയ്യുന്ന വേസ്റ്റ് മെറ്റീരിയൽ എന്താണെന്ന് അറിയണ്ടേ? ഇത് ഓയിലിൻ്റെ ഒരു കവറാണ്. സൺഫ്ലവർ ഓയിലിൻ്റെ ഒരു 1-2 കവർ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നല്ല ഭംഗിയുള്ള സൺഫ്ലവേഴ്സൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്കതൊന്ന് കട്ട് ചെയ്തിട്ടെടുക്കാം. അപ്പോൾ ഞാനിത് 2 ടൈപ്പ് കമ്പനിയുടെ യൂസ് ചെയ്തിട്ടുണ്ട്. ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാം. നിങ്ങൾക്ക് കുറച്ചും കൂടെ ആ സൺഫ്ലവറിൻ്റെ ഒക്കെ നല്ല ഭംഗിയായിട്ട് മുഴുവനായിട്ട് ഫുള്ളായിട്ട് കാണുന്നൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് സെലക്ട് ചെയ്യാൻ നോക്കുക. അങ്ങനെ ഞാൻ 2 പാക്കറ്റിലുള്ള ചെറുതും വലുതുമായിട്ടുള്ള എല്ലാ ഫ്ലവേഴ്സിൻ്റെതും ഒന്നിങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പം ചില ഫ്ലവേഴ്സൊക്കെ മുഴുവനായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ചിലത് ഇങ്ങനെ പകുതിയാകുമ്പോൾ അവിടെ വേറൊരു പിക്ചേഴ്സൊക്കെ ആയതുകൊണ്ട് ഞാനങ്ങനെ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഈ ഒരു ടൈപ്പ് ഫ്ലവർ ഒരു പാക്കറ്റിൻ്റെ തന്നെ 2 സൈഡിലുള്ളതാണ്. അപ്പോൾ അത് മുഴുവനായിട്ടും ഇല്ലായിരുന്നു. ബാക്കി ഭാഗങ്ങളൊക്കെ ലെറ്റേഴ്സൊക്കെ ആയിരുന്നു. പിന്നെ വേറൊരു പാക്കറ്റിലുള്ളത് മുഴുവനായിട്ട് തന്നെ കിട്ടി. പിന്നെ ഞാൻ ആ പാക്കറ്റിൽ ഓരോ സൈഡിലൊക്കെ ആയിട്ട് കുഞ്ഞു ഫ്ലവേഴ്സൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ അതൊക്കെ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കതൊന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കണം ഈ ബോട്ടിൽ. അപ്പോൾ അതിന് മുമ്പ് നമ്മൾ ആദ്യം ഒന്ന് വെച്ച് നോക്കുക എവിടെയാണ് നമുക്ക് അത്ര ഒരു ഭംഗി ഉണ്ടാവുക എന്നുള്ളത്. അപ്പം ഞാൻ ആദ്യം ആ ഒരു അധികം പെറ്റൽസ് ഒന്നും ഇല്ലാതെ ഒരുപാട് പെറ്റൽസ് ഇല്ലാത്ത കുറച്ച് ഭാഗം മാത്രമുള്ള ഒരു ഫ്ലവർ ഉണ്ടല്ലോ. അപ്പോൾ ആ ഫ്ലവർ ഒന്നിങ്ങനെ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാൻ പോവാണ്. അപ്പോൾ അതിൻ്റെ നടുക്കുള്ള ഭാഗത്ത് ഇങ്ങനെ ആ ഒരു പൂവിൻ്റെ നടുക്കുള്ള ഒരു പൂമ്പൊടിയൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ അതൊന്നും ഇല്ല, ബ്ലാങ്ക് ആയിട്ട് ഇരിക്കുന്നൊരു ഭാഗമാണ്, ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ളതാണ്. അപ്പോൾ ആ ബോട്ടിൽ ആ വൈറ്റ് ഭാഗം കാണുമ്പോൾ നമുക്ക് അത്ര ഒരു ഭംഗി ഉണ്ടാവില്ല. ഞാൻ ആദ്യം വിചാരിച്ച അവിടെ ഇങ്ങനെ കുറച്ച് യെല്ലോ കളർ ഇങ്ങനെ ടച്ച് ചെയ്ത് കൊടുക്കാമെന്നായിരുന്നു. പിന്നെ ഞാൻ ചെയ്തത് പെറ്റൽസ് ഒന്നും മുഴുവനായിട്ടില്ലാത്തൊരു ഫ്ലവറിൻ്റെ നടുക്കുള്ള ഭാഗം മാത്രം ഒന്നിങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ട് അപ്പോൾ അതൊന്ന് വെച്ച് നോക്കിയപ്പോൾ നല്ല കറക്റ്റായിട്ട് അതിൽ തന്നെ പാകമായിട്ട് നിൽക്കും. അപ്പോൾ ആ ഭാഗം ഒന്ന് ഞാൻ ആദ്യം ഫെവിക്കോൾ യൂസ് ചെയ്തിട്ടൊന്നിങ്ങനെ സ്റ്റിക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ആ റൗണ്ടിന് ചുറ്റുമായിട്ട് നമ്മൾ കുറച്ചും കൂടെ ഒന്നിങ്ങനെ ഫെവിക്കോൾ അപ്ലൈ ചെയ്യാം. നമുക്ക് ആ ഒരു വലിയൊരു സൺഫ്ലവറിൻ്റെ ഇതിങ്ങനെ ഒട്ടിക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി നമ്മൾ ആദ്യം സ്റ്റിക്ക് ചെയ്തിട്ടുള്ള അതിൻ്റെ ആ ഭാഗത്ത് കറക്റ്റായിട്ട് ആ റൗണ്ട് വരുന്ന രീതിയിലൊന്നിങ്ങനെ നമ്മൾ ആ ഒരു ഫ്ലവർ ഒന്നിങ്ങനെ ഒട്ടിച്ച് കൊടുക്കുക. അപ്പം ഞാൻ ആദ്യം ആ ഒരു കവറിൻ്റെ പുറത്ത് ഇങ്ങനെ കുറച്ച് നമ്മൾ ഫെവിക്കോൾ ആയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതൊക്കെ ഒന്ന് തുടച്ച് മാറ്റിയിട്ട് ഒട്ടിച്ചപ്പം കറക്റ്റായിട്ട് നമുക്ക് ആ ഒരു ഫ്ലവറിൻ്റെ തന്നെ നടുക്കുള്ള ഭാഗമാണെന്നേ തോന്നുള്ളൂ. ആ രീതിയിലൊന്നിങ്ങനെ ക്ലിയർ ആയിട്ട് ഒട്ടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഫെവിക്കോൾ യൂസ് ചെയ്തിട്ട് കറക്റ്റായിട്ട് അതിങ്ങനെ സ്റ്റിക്കായിട്ട് കിട്ടുന്നില്ല. കാരണം നല്ല കുറച്ചൊരു കട്ടിയുള്ളൊരു കവറാണല്ലോ ഈ ഓയിലിൻ്റെ ഒരു കവർ എന്ന് പറയുമ്പോൾ. അപ്പോൾ ഞാൻ ഫെവി ബോണ്ട് യൂസ് ചെയ്തിട്ടാണ് ഒട്ടിച്ച് കൊടുക്കുന്നത്. അപ്പോൾ എന്നിട്ട് അതിൻ്റെ ആ ഒരു പെറ്റൽസിൻ്റെ സൈഡിലൊക്കെ ഒന്ന് ഫെവിക്കോൾ ആക്കിയിട്ട് നന്നായിട്ടൊന്നിങ്ങനെ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പം നമ്മൾ ആ ഒരു ഫ്ലവർ ഇവിടെ ഒട്ടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ ആ ഒരു ബാക്ക് സൈഡിൽ ആ ഒരു വേറൊരു ഫ്ലവർ ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതും കൂടെ ഒന്നിങ്ങനെ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാൻ പോവാണ്. അപ്പോൾ അതിൻ്റെ നടുക്ക് ഇതുപോലെ തന്നെ ട്രാൻസ്പാരൻ്റ് ആണ്. അപ്പോൾ ഞാൻ എൻ്റെ കയ്യിലുള്ള ഒരു കുഞ്ഞി ഫ്ലവർ ഇങ്ങനെ വെച്ച് നോക്കി. പക്ഷേ അത് ആ ഒരു കറക്റ്റ് സൈസിൽ കിട്ടില്ല, കുറച്ച് ചെറിയൊരു ടൈപ്പ് ഫ്ലവർ ആയതുകൊണ്ടാണ്. അപ്പോൾ പിന്നെ ഞാൻ ആ ഒരു ഭാഗം ജസ്റ്റ് ഇങ്ങനെ ബ്ലാക്ക് ആക്രിലിക് കളർ പെയിൻറ്റ് യൂസ് ചെയ്തിട്ട് ഇങ്ങനെ ഒന്ന് ടച്ച് ചെയ്ത് കൊടുക്കുകയാണ്. നമ്മൾ ബ്ലാക്ക് ടച്ച് ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് ഏത് ഭാഗത്താണോ വേണ്ടതെന്നുള്ളത് നമ്മളൊന്ന് കറക്റ്റായിട്ട് നോക്കുക. എന്നിട്ട് നമ്മൾ ഫെവി ബോണ്ട് യൂസ് ചെയ്തിട്ട് ആ ഒരു ഭാഗം കറക്റ്റായിട്ട് ആ റൗണ്ടിൻ്റെ അകത്ത് വരുന്ന രീതിയിലൊന്ന് നമ്മളിങ്ങനെ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുക. ആ ഫ്ലവറിൻ്റെ ആ ഒരു ബ്ലാക്ക് ആയിട്ടുള്ള ഒരു പോർഷനിൽ ഇങ്ങനെ ഗമ്മ് അപ്ലൈ ചെയ്തുകൊണ്ടാണ് ഇങ്ങനെ അവിടെ ഡ്രൈ ആയിട്ടൊരു വൃത്തികേടായിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ അതിൻ്റെ പുറകിൽ ഇങ്ങനെ ഫെവി ബോണ്ട് അപ്ലൈ ചെയ്യുന്ന സമയത്ത് ആ ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ഭാഗത്തുള്ളത് തുടച്ച് മാറ്റിയിട്ട് സ്റ്റിക്ക് ചെയ്യുക.
ഇനി നമുക്ക് മുഴുവനായിട്ട് തന്നെ കട്ട് ചെയ്ത് കിട്ടിയിട്ടുള്ള ഒരു സൺഫ്ലവറിൻ്റെ ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കാൻ പോവാണ്. അപ്പം നമ്മൾ നേരത്തെ ഒട്ടിച്ചിട്ടുള്ള ഒരു ഫ്ലവറിൻ്റെ മേലെയായിട്ടാണ് ഇങ്ങനെ ഒട്ടിക്കുന്നത്, ഒരു സൈഡിലായിട്ട്. കാരണം അതിന് ഒരുപാട് പെറ്റൽസ് ഒന്നും ഇല്ലല്ലോ. അപ്പോൾ ആ പെറ്റൽസ് ഒന്നും ഇല്ലാത്ത ഒരു ഭാഗത്തായിട്ട് ഇങ്ങനെ അത് മറയ്ക്കുന്ന രീതിയിൽ ഇങ്ങനെ ഒട്ടിച്ചു കൊടുത്തിട്ടുള്ളത്. ഇനി നമ്മളെ കയ്യിൽ ഒരു ഫ്ലവറും കൂടെ ഉണ്ട്, അപ്പോൾ അതിങ്ങനെ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാൻ പോവാണ്. അപ്പം ഞാൻ ആ ഒരു വലിയ ഫ്ലവറിൻ്റെ താഴെയായിട്ട് ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ സ്റ്റിക്ക് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ആ ഒരു പെറ്റൽസ് അധികം ഇല്ലാത്ത ഒരു ഭാഗം ഉണ്ടല്ലോ, അപ്പോൾ അതൊന്നും ഇങ്ങനെ കട്ട് ചെയ്തിട്ടൊന്ന് അതിന് മാച്ച് ആവുന്ന രീതിയിൽ ഇങ്ങനെ ഒട്ടിച്ചു കൊടുത്തതാണ്. അപ്പോൾ നിങ്ങൾ ഇങ്ങനെ ചെയ്യണമെന്നൊന്നുമില്ല, കാരണം നിങ്ങളെ കയ്യിൽ നല്ല കട്ട് ചെയ്തിട്ടില്ലാത്ത നല്ല ഫുള്ളായിട്ടുള്ള ഫ്ലവേഴ്സ് ഉള്ള തന്നെ കിട്ടുകയാണെങ്കിൽ അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ തന്നെ ഒന്ന് ഒട്ടിച്ചു കൊടുത്താൽ മതി. ഇതിപ്പം ഒരുപാടൊന്നും എൻ്റെ കയ്യിൽ ഇങ്ങനെ സൺഫ്ലവറിൻ്റെ മുഴുവനായിട്ടുള്ളതില്ലായിരുന്നു. കുറേ പെറ്റൽസൊക്കെ കുറവുള്ളതും കുറേ കട്ട് ചെയ്തിട്ടുള്ള ഭാഗമാണല്ലോ ഉള്ളത്. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ ഒന്നിങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തിട്ടൊക്കെ ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുന്നത്. ഇപ്പം നമ്മളെ കയ്യിലുള്ള ഒരു 4 ഫ്ലവർ നമ്മൾ ഒട്ടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി എൻ്റെ കയ്യിൽ ഒരു 2 പീസും കൂടെ ബാക്കിയുണ്ട്. അപ്പോൾ അത് ഫ്ലവറിൻ്റെ ഒരു സൈഡ് മാത്രമേ ഉള്ളൂ, കുറച്ചൊരു പെറ്റൽസ് മാത്രം. അപ്പോൾ അതും കൂടെ ഞാനൊന്നിങ്ങനെ ഒട്ടിച്ച് നോക്കുകയാണ്. ഈ ഫ്ലവറിൻ്റെ കൂടെ ഇങ്ങനെ ഒരു കുഞ്ഞ് ലീഫും കൂടെ ഉണ്ട്, അപ്പോൾ കുറച്ചൊരു ഭംഗി ഉണ്ടാവുമല്ലോ കാണാൻ. അപ്പോൾ അതാണ് ഞാൻ ഈ ഒരു പീസും കൂടെ ഒന്ന് എവിടെയെങ്കിലും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ആ ഒരു പൂവിൻ്റെ നടുക്കുള്ള ഭാഗം ഞാനൊന്ന് കുറച്ചിങ്ങനെ കട്ട് ചെയ്ത് മാറ്റിയിട്ട് ഇങ്ങനെ സ്റ്റിക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ആ ഒരു ബാക്കിയുള്ള ഒരു പീസ് ഉണ്ടല്ലോ, അപ്പോൾ അതും കൂടെ ഒന്ന് സ്റ്റിക്ക് ചെയ്ത് റെഡിയാക്കി എടുക്കുക. ഇപ്പം നമ്മൾ ഒട്ടിക്കാൻ പോകുന്ന ആ ഒരു പീസിനും കുറച്ച് പെറ്റൽസ് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞാൻ നമ്മളീ ഒട്ടിച്ചിട്ടുള്ള ആ ഒരു വലിയൊരു ഫ്ലവറിന് കുറച്ച് പെറ്റലിൻ്റെ ആ ഒരു കുറവുണ്ടല്ലോ, അപ്പോൾ ആ ഒരു ഭാഗത്ത് ഇങ്ങനെ അതൊന്ന് അഡ്ജസ്റ്റ് ആവുന്ന രീതിയിൽ ഇങ്ങനെ ഒട്ടിച്ച് കൊടുക്കണം. അപ്പോൾ അതിൻ്റെ ആ നടുക്കുള്ള ഒരു പൂമ്പൊടിയുടെ ഭാഗം ഞാൻ കുറച്ചൊന്ന് ഇങ്ങനെ കട്ട് ചെയ്തിട്ട് സ്റ്റിക്ക് ചെയ്ത സമയത്ത് കറക്റ്റ് നല്ല ഒരു മാച്ചിങ് ആയിട്ട് തന്നെ കിട്ടുന്നുണ്ട്. ആ ഒരു ഫ്ലവറിൻ്റെ ഒരു പെറ്റൽസ് പോലെ തന്നെ തോന്നുന്നുണ്ട്. അതൊക്കെ നിങ്ങളുടെ ഓരോരുത്തരുടെ ഒരു ക്രിയേറ്റിവിറ്റി അനുസരിച്ച് ഇങ്ങനെ ഒന്ന് ഒട്ടിച്ച് കൊടുത്താൽ മതി. അപ്പം നമ്മൾ എല്ലാ ഫ്ലവേഴ്സും ഇവിടെ സ്റ്റിക്ക് ചെയ്ത് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു ബോട്ടിലേക്ക് 1-2 ലീവ്സും കൂടെ കിട്ടിയാൽ കുറച്ചുകൂടി ഒരു ഭംഗി ഉണ്ടാവുമായിരുന്നു. അപ്പം ഞാൻ അതിന് എൻ്റെ കയ്യിലുള്ള സോപ്പിൻ്റെ കവർ എടുത്തിട്ടുണ്ട്, ലീവ്സിൻ്റെ ഡിസൈനുള്ള. എന്നിട്ട് അതിങ്ങനെ കട്ട് ചെയ്തിട്ടൊന്നും ഇങ്ങനെ വെച്ച് നോക്കണം. പക്ഷേ അത് തീരെ മാച്ചിങ് ആയിട്ട് തോന്നുന്നില്ല, കാരണം കുറച്ച് തിന്നായിട്ടുള്ളൊരു ലീവ്സായിരുന്നു എൻ്റെ കയ്യിലുണ്ടായിരുന്നത്. ഈ ഒരു സൺഫ്ലവറിനെന്ന് പറയുമ്പോൾ നല്ലൊരു പരന്നിട്ടുള്ളൊരു ടൈപ്പ് ലീഫാണല്ലോ, അപ്പോൾ അത് തീരെ മാച്ച് ആവാത്തതുകൊണ്ട് ഞാനത് ഒഴിവാക്കി. ഇനി ഞാൻ ഒരു പെയിൽ യെല്ലോ യൂസ് ചെയ്തിട്ട് ഇങ്ങനെ ആ ഒരു സ്പോഞ്ച് ഉപയോഗിച്ചിട്ട് ഇങ്ങനെ ആ ഒരു വൈറ്റ് പോർഷൻസിലൊക്കെ ഒന്ന് ഇങ്ങനെ ടച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ കുറച്ചും കൂടെ ആ ഒരു ബോട്ടിൽ നല്ലൊരു ഭംഗി കിട്ടാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ പൊതുവെ ഡെക്കോ പേജൊക്കെ ചെയ്യുന്ന സമയത്ത് ആ ഒരു ടിഷ്യൂവിന് മാച്ച് ചെയ്തിട്ട് ഇങ്ങനെ ഡാബ് ചെയ്യുമല്ലോ, അപ്പോൾ അതുപോലെ ഒന്നിങ്ങനെ ചെയ്ത് നോക്കിയിട്ടുള്ളതാണ്. പിന്നെ ഞാൻ കുറച്ചും കൂടി ഒരു ഭംഗി ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ലൈറ്റ് ഗ്രീന് യൂസ് ചെയ്തിട്ട് 1-2 ലീവ്സ് ഇങ്ങനെ വരച്ച് നോക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷേ എനിക്കെന്തോ അത്ര അങ്ങൊരു ഭംഗിയായിട്ട് തോന്നിയില്ല. പിന്നെ ഞാൻ കൂടുതലൊന്നും വരച്ചിട്ടില്ല. അങ്ങനെ നമ്മൾ വേസ്റ്റ് മെറ്റീരിയൽ മാത്രം യൂസ് ചെയ്തിട്ടുള്ള ഒരു ബോട്ടിൽ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ഭംഗിയുണ്ട് കാണാൻ, ആ ഒരു കളർ കോമ്പിനേഷനൊക്കെ ആയിട്ട് നല്ല രസമുണ്ട്. നമ്മൾ സാധാരണ ഈ ഡെക്കോ പേജ് ടിഷ്യൂലൊക്കെ കാണുന്ന ആ ഒരു ഡിസൈനൊക്കെയാണല്ലോ ഇത്. അപ്പോൾ അതുപോലുള്ളൊരു ബോട്ടിലായിട്ട് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. ഡെക്കോ പേജ് ടിഷ്യൂ എന്ന് പറയുമ്പോൾ നല്ല റേറ്റ് ഉണ്ടല്ലോ, അപ്പോൾ അതൊന്നും നമുക്ക് ഒറ്റ ചിലവും ഇല്ലാതെ നമ്മൾ വേസ്റ്റ് ആക്കി കളയുന്ന ആ ഒരു കവർ മാത്രം യൂസ് ചെയ്തിട്ട് ചെയ്തിട്ടുള്ള ബോട്ടിൽ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. കവറായതുകൊണ്ട് നല്ലൊരു ഗ്ലൈസിങ് ഉണ്ട്. നമ്മൾ പൊതുവേ ഈ ടിഷ്യൂ ഒക്കെ ഒട്ടിച്ചിട്ട് അതിൻ്റെ മേലെ വാർണിഷ് അടിച്ച പോലെ ഉണ്ട് കണ്ടിട്ട്, ആ ഒരു ഗ്ലൈസിങ് ഒക്കെ കണ്ടിട്ട്. ഞാൻ ഈ ബോട്ടിൽ ഇങ്ങനെ 2 കളർ വെച്ചിട്ട് ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കിയായിരുന്നു, ഭംഗി ഉണ്ടാവുമോ എന്ന് അറിയില്ലായിരുന്നു. പക്ഷേ എനിക്കിപ്പോൾ നല്ല ഒരു ഭംഗിയായിട്ട് തോന്നുന്നുണ്ട്, കാരണം ആ ഒരു കളർ കോമ്പിനേഷനൊക്കെ നല്ല രസമായിട്ട് തോന്നുന്നുണ്ട്. നിങ്ങൾക്ക് അപ്പോൾ ഈ ഒരു ബ്ലാക്കും വൈറ്റും കൂടെ ഇഷ്ടമായിട്ടില്ല എന്നുണ്ടെങ്കിൽ ഫുള്ള് ബ്ലാക്ക് തന്നെ ബേസ് കോട്ടായിട്ട് അടിച്ചിട്ട് ഇങ്ങനെ സ്റ്റിക്ക് ചെയ്ത് കൊടുത്താൽ നല്ല ഭംഗി ഉണ്ടാവും. പിന്നെ സൺഫ്ലവർ ഓയിലിൻ്റെ കവർ ഒരുപാടൊന്നും കിട്ടിയിട്ടില്ല, 1-2 കവറോ ഉള്ളെങ്കിൽ അത് മാത്രം സ്റ്റിക്ക് ചെയ്ത് കൊടുത്താലും നല്ല രസമുണ്ടാവും. അപ്പോൾ അതൊക്കെ നിങ്ങളുടെ ഓരോരുത്തരുടെ ഐഡിയക്ക് അനുസരിച്ച് നമ്മളെ കയ്യിൽ എന്ത് മെറ്റീരിയൽ ആണോ കിട്ടിയതെന്ന് വെച്ചാൽ അങ്ങനെയൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക. പിന്നെ സോപ്പിൻ്റെ കവറൊക്കെ കിട്ടുകയാണെങ്കിൽ അതിൽ നല്ല ലീവ്സ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതും കട്ട് ചെയ്തിട്ട് ഇതുപോലെയൊക്കെ ഒന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുത്താൽ നല്ല ഭംഗിയുണ്ടാവും. പിന്നെ ബോട്ടിലിൽ ഈ നടുക്ക് വെച്ചിട്ട് സ്റ്റിക്ക് ചെയ്യാതെ താഴെ നിന്ന് ഇങ്ങനെ മേലോട്ട് മാത്രം സ്റ്റിക്ക് ചെയ്തിട്ട് അങ്ങനെ വേണമെങ്കിൽ സ്റ്റിക്ക് ചെയ്യാം. അപ്പോൾ അതൊക്കെ ഓരോരുത്തരുടെ ഐഡിയക്ക് അനുസരിച്ച് ഇങ്ങനെ ചെയ്തെടുത്താൽ മതി. ഇപ്പം ഞാൻ കാണിച്ചിട്ടുള്ള ഈ ഒരു ഫ്ലവർ മേലുള്ള ഒരു പെയിൻറ്റ് ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ ഫെയ്ഡ് ആവുന്നുണ്ട് നമ്മൾ നനച്ചൊക്കെ തുടച്ച സമയത്ത്. ഞാൻ ഈ കവറിൻ്റെ പുറത്തുള്ള ഒരു ഫെവി ബോണ്ടൊക്കെ ഒന്ന് ഇങ്ങനെ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ടിഷ്യൂ പേപ്പർ കൊണ്ട് ഇങ്ങനെ തുടച്ചു കൊടുത്തപ്പം ആ ഒരു ഫ്ലവറിന് മാത്രം ചെറുതായിട്ട് ഇങ്ങനെ ആ ഒരു പെറ്റൽസിൻ്റെ സൈഡിലൊക്കെ ഇങ്ങനെ ഫെയ്ഡ് ആയിട്ടുണ്ടായിരുന്നു. ബാക്കി ഫ്ലവേഴ്സിനൊക്കെ നല്ലൊരു ഗ്ലൈസിങ് ഒക്കെ കിട്ടി. അപ്പോൾ നിങ്ങൾ കവർ സെലക്ട് ചെയ്യുന്ന സമയത്ത് അതൊന്ന് ശ്രദ്ധിച്ചാൽ മതി, അത് അധികം ഫെയ്ഡ് ആവാത്ത ടൈപ്പ് ഫ്ലവേഴ്സ് നോക്കിയെടുക്കുക. വേസ്റ്റ് മെറ്റീരിയൽ യൂസ് ചെയ്തിട്ട് എന്താ ബോട്ടിൽ ആർട്ട് ചെയ്യാത്തതെന്ന് പറഞ്ഞിട്ട് ഒരുപാട് പേര് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് പിക്ചേഴ്സൊക്കെ ഒന്ന് അയച്ചു തരണേ.
അതുപോലെ ക്രാഫ്റ്റിന് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തിട്ട് മാക്സിമം ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ.